സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. സ്പൈഡർമാൻ നോ വേ ഹോമിന് 4 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ലിൽ കാസ്റ്റ് ചെയ്തതോടെ പീറ്റർ പാർക്കർ എന്ന വ്യക്തിയെ ലോകത്തുള്ള ആർക്കും തന്നെ അറിയത്തില്ല. യഥാർത്ഥത്തിൽ പീറ്റർ പാർക്കറിന് ഇതൊരു രണ്ടാം ജന്മമായിരിക്കും. തന്നെ ആർക്കും അറിയത്തില്ലെങ്കിലും താൻ ഇഷ്ടപ്പെടുന്നവരുടെ സന്തോഷങ്ങളും വിജയങ്ങളുമെല്ലാം അവരറിയാതെ ആഘോഷിക്കുന്ന പീറ്റർ പാർക്കർ ഒരു മിസ്റ്റിക്കൽ റെഡ് ക്ലാഡ് നീഞ്ച ഓർഗനൈസേഷനായ ദ ഹാൻഡ് എന്ന ഓർഗനൈസേഷനും ട്രാൻഡുലയും സ്കോർപിയനും ബൂമറാങ്ങും എന്നുവേണ്ട ബ്രൂസ് ബാനർ, ഫ്രാങ്ക് കാസിൽ അഥവാ ദ പണിഷർ എന്നിങ്ങനെ നിരവധി പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, സ്പൈഡർമാന്റെ പഴയ കോമിക് ബുക്കുകളുടെ കവർ പേജുകളെ റീക്രിയേറ്റ് ചെയ്യുന്ന പല സീനുകളും ഈ ഒരു ട്രെയിലറിൽ നമുക്ക് കാണാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഡീറ്റെയിൽസും ഈസ്റ്റർ എക്സിനെ പറ്റിയുമൊക്കെയാണ്. സോ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്പപ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പീറ്റർ പാർക്കർ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. പേരൻസ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല, മെന്റോർ ഇല്ല, ഫ്രണ്ട്സ് ഇല്ല. അവന്റെ സീക്രട്ട് ഐഡന്റിറ്റി ആയ സ്പൈഡർമാൻ എന്ന ഐഡന്റിറ്റിയെ ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. സ്റ്റാർക്ക് ടെക്നോളജിയിൽ നിർമ്മിച്ച ഹൈടെക് സ്പൈഡർമാൻ സ്യൂട്ട് ഒന്നുമല്ല പീറ്റർ പാർക്കറിന് ഇപ്പോൾ ഉള്ളത്. പീറ്റർ പാർക്കർ അവൻ സ്വയം നിർമ്മിച്ചെടുത്ത സ്യൂട്ടാണ് സ്പൈഡർമാൻ ഇപ്പോൾ ധരിക്കുന്നത്. ഒരു ഷോട്ടിൽ സ്പൈഡർമാൻ ട്രാൻഡുല എന്ന വില്ലനെ നേരിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു സീന് മാർവൽ സ്റ്റുഡിയോസ് വെറുതെ അങ്ങ് കാണിച്ചതല്ല. 1974 പുറത്തിറങ്ങിയ ദി അമേസിംഗ് സ്പൈഡർമാൻ എന്ന കോമിക്കിന്റെ 134ാമത്തെ ഇഷ്യൂവിന്റെ കവർ പേജിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല, ദി അമേസിംഗ് സ്പൈഡർമാൻ എന്ന കോമിക്കിന്റെ 134ാമത്തെ ഇഷ്യൂവിലാണ് സ്പൈഡർമാന്റെ വില്ലനായ ട്രാൻഡുല ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഷോട്ടിൽ ഒരാളെ രക്ഷപ്പെടുത്തി ന്യൂയോർക്കിലൂടെ വെബ്സിംഗ് ചെയ്തു പോകുന്ന സ്പൈഡർമാനെ നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ 1962 പുറത്തിറങ്ങിയ അമേസിംഗ് ഫാന്റസി എന്ന കോമിക്കിന്റെ 15ാമത്തെ ഇഷ്യൂവിന്റെ കവർ പേജിനെ റീക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു ഷോട്ട്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ 1962 പുറത്തിറങ്ങിയ അമേസിംഗ് ഫാന്റസി എന്ന കോമിക്കിന്റെ 15ാമത്തെ ഇഷ്യൂവിലാണ് സ്പൈഡർമാൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ബൂമറാങ് എന്ന വില്ലനോട് പോരാടുമ്പോൾ വെബ്സിംഗ് ചെയ്യുന്ന സ്പൈഡർമാന്റെ ഒരു ഷോട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 1963 പുറത്തിറങ്ങിയ ദി അമേസിംഗ് സ്പൈഡർമാൻ എന്ന കോമിക്കിന്റെ 345ാമത്തെ ഇഷ്യൂവിന്റെ കവർ പേജിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ട്രെയിലറിൽ പീറ്റർ പാർക്കറിന്റെ കയ്യിൽ ഒരു കത്ത് കാണുവാൻ സാധിക്കും. ആക്ച്വലി ഈ കത്ത് സ്പൈഡർമാൻ നോ വേ ഹോമിൽ പീറ്റർ പാർക്കർ തന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും MJയോട് പറയാൻ വേണ്ടി എഴുതിയ കത്താണ്. ഓൾറെഡി പീറ്റർ പാർക്കറിനെ ലോകത്തുള്ള എല്ലാവരും മറന്നിരിക്കുകയാണ്. പീറ്റർ പാർക്കർ ആരാണെന്നോ അവൻ എവിടെ നിന്നാണോ വന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഈവൻ നെഡിനോ MJയ്ക്കോ പോലും പീറ്റർ പാർക്കർ ആരാണെന്ന് അറിയത്തില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പീറ്റർ പാർക്കർ ഡോക്ടർ സ്ട്രേഞ്ചിനെ കൊണ്ട് ലോകത്തിലുള്ള എല്ലാവരും തന്നെ മറക്കാനായിട്ട് സ്പെല്ല് കാസ്റ്റ് ചെയ്യിപ്പിച്ചത്. അങ്ങനെയുള്ളപ്പോ തന്നെ പറ്റിയുള്ള എല്ലാം MJയോട് വീണ്ടും തുറന്നു പറഞ്ഞാൽ പീറ്റർ പാർക്കർ അനുഭവിച്ച സ്ട്രഗിളും സാക്രിഫൈസും ഒക്കെ വെറുതെ ആയി പോകും. സോ ആ കാര്യമൊക്കെ ചിന്തിച്ചിട്ടാണ് പീറ്റർ പാർക്കർ താൻ എഴുതിയ കത്ത് MJയ്ക്ക് കൊടുക്കാതെ തിരിച്ചു വെച്ചത്. അറിയാലോ, സ്പൈഡർമാൻ നോ വേ ഹോമിന് 4 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഈ 4 വർഷങ്ങൾ കടന്നു പോയിട്ടും പീറ്റർ പാർക്കർ എന്തുകൊണ്ടാണ് താൻ അന്ന് എഴുതിയ കത്ത് നശിപ്പിച്ച് കളയാതെ ഇപ്പോഴും കൊണ്ട് നടക്കുന്നു എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. MJ മൂവ് ഓൺ ചെയ്തു എന്നും MJയ്ക്ക് പുതിയൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നുമാണ് ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. MJയുടെ പുതിയ ബോയ് ഫ്രണ്ട് ആരാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലെങ്കിലും റൂമേഴ്സ് പ്രകാരം നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് MJയുടെ ബോയ് ഫ്രണ്ട് ആകുന്നത് പോൾ റാബിൻ എന്ന ക്യാരക്ടർ ആണെന്നാണ്. മാക് ഗാർഗൻ അഥവാ സ്കോർപിയനെ പക്ക കോമിക് ആക്യുറേറ്റ് കോസ്റ്റ്യൂമിൽ നമുക്ക് കാണുവാൻ സാധിക്കും. MCUവിൽ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിലാണ് മാക് ഗാർഗൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ട്രെയിലറിൽ സ്കോർപിയൻ സ്പൈഡർമാനോട് ഇങ്ങനെ പറയുന്നുണ്ട്: Stay out of my way. സ്പൈഡർമാനും സ്കോർപിയനും തമ്മിലുള്ള ഒരു ഗംഭീര പോരാട്ടം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ പ്രതീക്ഷിക്കാം. സ്കോർപിയനോട് മാത്രമല്ല, ബൂമറാങ്ങിനോടും സ്പൈഡർമാൻ പോരാടുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹാൻഡ് എന്ന ഓർഗനൈസേഷനിലെ നീഞ്ചാസും സ്പൈഡർമാനും തമ്മിൽ ഏറ്റുമുട്ടുന്ന 2 ഫൈറ്റ് സീനുകൾ ട്രെയിലറിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് സ്പൈഡർമാൻ ദ ഹാൻഡ് എന്ന നീഞ്ച ഓർഗനൈസേഷനിലെ നീഞ്ചാസിനോട് പോരാടുന്നത് ഏതോ പ്രിസൺ പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. രണ്ടാമതായിട്ട് സ്പൈഡർമാൻ നീഞ്ചാസിനോട് പോരാടുന്നത് ന്യൂയോർക്കിൽ എവിടെയോ മിഡ് എയറിൽ വെച്ചിട്ടാണ്. ഇതേപോലെ ഒരു ഷോട്ട് സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ ട്രെയിലറിൽ നമ്മൾ കണ്ടതാണ്.
അതായത് മൾട്ടിവേഴ്സിലൂടെ എത്തിയ വില്ലന്മാരും സ്പൈഡർമാനും മിഡ് എയറിൽ വെച്ച് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. മൂവിയിൽ ഈ സീനിൽ 3 സ്പൈഡർമാൻ ഉണ്ടായിരുന്നെങ്കിലും ട്രെയിലറിൽ ഒരൊറ്റ സ്പൈഡർമാനെ മാത്രമേ മാർവൽ സ്റ്റുഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇവിടെ ഈ സീനിലും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഈ സീൻ മൂവിയിൽ കാണിക്കുമ്പോൾ ഹാൻഡ് എന്ന ഓർഗനൈസേഷന്റെ നീഞ്ചാസിനെ നേരിടാൻ സ്പൈഡർമാനോടൊപ്പം ഫ്രാങ്ക് കാസിൽ അഥവാ ദ പണിഷറും മാറ്റ് മുർഡോക് അഥവാ ഡെയർഡെവിളും കാണുമായിരിക്കാം. ഒരുപക്ഷെ ആ സ്ഥാനത്ത് ഹൾക്കും ഉണ്ടായിരിക്കാം, പറയാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നീഞ്ചാസ് സ്പൈഡർമാനെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നതെന്നും നീഞ്ചാസ് മറ്റാരെയോ കൂടെയാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്നുമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹാൻഡ് എന്ന നീഞ്ച ഓർഗനൈസേഷന്റെ ടാർഗറ്റ് സ്പൈഡർമാൻ ആണോ, അതോ ഹാൻഡ് എന്ന ഓർഗനൈസേഷന്റെ പിടിയിൽ നിന്ന് സ്പൈഡർമാൻ ആരെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണോ? എന്തായാലും ഹാൻഡ് എന്ന ഓർഗനൈസേഷന്റെ നീഞ്ചാസിനെ തടയാൻ സ്പൈഡർമാന് ഒരു ബാക്കപ്പ് അത്യാവശ്യമാണ്. ഒരുപക്ഷെ ആ നീഞ്ചാസിനെ തടയാൻ സ്പൈഡർമാനെ സഹായിക്കാൻ പോകുന്നത് ഡെയർഡെവിളും പണിഷറുമാകാം. പീറ്റർ പാർക്കറിന്റെ DNA മ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ അവൻ സഹായത്തിനായിട്ട് ചെല്ലുന്നത് സാക്ഷാൽ ബ്രൂസ് ബാനറിന്റെ പക്കലേക്കാണ്. ഇവിടെ ബ്രൂസ് ബാനറിന്റെ വലത്തെ കൈയിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹം ഒരു ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ് ധരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഷാങ്-ചി ആൻഡ് ദ ലെജൻഡ് ഓഫ് ദി ടെൻ റിംഗ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലും ഷീ ഹൾക്ക് അറ്റേർണി അറ്റ് ലോ എന്ന സീരീസിലും ഇതേ ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ് ബ്രൂസ് ബാനർ ധരിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹൾക്കിനെ തിരികെ ഹ്യൂമൻ ഫോമിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ്. എന്നാൽ ഷീ ഹൾക്ക് അറ്റേർണി അറ്റ് ലോ എന്ന സീരീസിൽ ഒരു കാർ ആക്സിഡന്റിൽ ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ് നശിക്കപ്പെടുകയും ബ്രൂസ് ബാനർ സ്മാർട്ട് ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ബ്രൂസ് ബാനറും ഹൾക്കും 2 വ്യക്തിത്വങ്ങളാണ്. പീറ്റർ പാർക്കറിന്റെ ഐഡന്റിറ്റി ലോകം മറക്കാൻ ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്ത സമയത്ത് ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് മാറിയിട്ടില്ലായിരുന്നു. പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാനെ ബ്രൂസ് ബാനർ മറന്നാലും ഹൾക്ക് മറക്കുമെന്ന് തോന്നുന്നില്ല. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ സൈഡി സിംഗ് ഉണ്ടാകുമെന്ന് കൺഫേം ആയിട്ടും ട്രെയിലറിൽ ഒരൊറ്റ സീനിൽ പോലും സൈഡി സിംഗിനെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. എന്നാൽ ഒരു ഷോട്ടിൽ ഏതോ ഒരാളെ ഒരു ചെയറിൽ കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണാം. ഒരുപക്ഷെ ആ ക്യാരക്ടർ ജീൻ ഗ്രേ ആയിരിക്കാം. MCUവിൽ ജീൻ ഗ്രേ എന്ന ക്യാരക്ടറായിട്ട് വേഷമിടാൻ പോകുന്നത് സൈഡി സിംഗ് ആണെന്ന് റൂമേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടർ ജീൻ ഗ്രേ ആണെന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു ഷോട്ടിൽ ആ ക്യാരക്ടർ തന്റെ കൈ കൊണ്ട് എന്തോ സിഗ്നൽ കാണിക്കുമ്പോൾ ഒരു വലിയ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നുണ്ട്. ജീൻ ഗ്രേ ആണെങ്കിൽ ഒരു ഒമേഗ ലെവൽ മ്യൂട്ടന്റ് ആണ്. ജീൻ ഗ്രേക്ക് ടെലിപാത്തിക് ടെലികൈനറ്റിക് പവേഴ്സ് ഉണ്ട്. ആ കാരണം കൊണ്ടാണ് ആ ക്യാരക്ടർ ജീൻ ഗ്രേ ആകാമെന്ന് ഞാൻ പറഞ്ഞത്. ട്രെയിലറിൽ ഉടനീളം പീറ്റർ പാർക്കറിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പീറ്റർ പാർക്കറിന്റെ DNA മ്യൂട്ടേറ്റ് ചെയ്യുന്നതും അവന് ഓർഗാനിക് വെബ്സ് ഉണ്ടാകുന്നതുമെല്ലാം അത്തരത്തിലുള്ള മാറ്റങ്ങളാണ്. സ്പൈഡേഴ്സിനെ പോലെ പീറ്റർ പാർക്കറും പുതിയൊരു ലൈഫ് സൈക്കിളിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ പീറ്റർ പാർക്കർ മാൻ സ്പൈഡർ ആയിട്ട് മാറിയേക്കാം. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഏറ്റവും പുതിയ ട്രെയിലറിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ചെറിയ ചില ഡീറ്റെയിലുകൾ. ഒരുപക്ഷെ ഇനിയും ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാകാം. അതെല്ലാം മറ്റു വീഡിയോസിലും ഷോർട്സിലും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്തേക്കാം. സോ ഗൈസ്, ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും പിന്നെ ട്രെയിലറിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാമാണ് മനസ്സിലായതെന്നും മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.